ചെങ്ങായിമാരെ, അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട അൻസാരി ഉസ്താദിനും പണി കിട്ടി. എങ്ങനെ പണി കിട്ടിയെന്നല്ലേ, കണ്ടോ നിങ്ങൾ സംഭവം എന്താണെന്ന്. നമുക്ക് പണി തരുന്ന ആളുകളെ നമുക്കൊന്ന് കിട്ടിയിട്ടാലോ? എന്റെ ശത്രുവിനെ പിടിച്ചു കിട്ടണം. അവന്റെ കൈകാലികൾ കൂട്ടിക്കെട്ടി അവന്റെ തൂക്കത്തക്കടക്കം ഈ മുറുക്കിടും. പിടിച്ചോളണം സാർ. ആദ്യമായിട്ട് പറമ്പു, പിന്നെ എന്നെ തന്നെയാകും. എല്ലാത്തിനും പിടിച്ചോളണം. കൈയോട് പിടിച്ചു. നമുക്ക് വരുന്ന സമയത്ത് ആ ന്യായമത്തുകൾക്കെതിരായി നമുക്ക് പണി തരുന്നതായിരിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളാവാം, ചിലപ്പോൾ നമ്മുടെ ആരെങ്കിലും ആവാം. എന്റെ പൊന്നു സാറേ, കളിയാക്കാണ്, പരിഹസിക്കാണ്, പൂച്ചിക്കാണോ എന്ന് വിചാരിക്കും. എന്തെല്ലാം മനോഹരമായ കാര്യങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഭാഗമായിട്ടുള്ള കാര്യം നമുക്ക് പങ്കുവെക്കാം. നിങ്ങൾ നിരന്തരമായി സോഷ്യൽ മീഡിയയിലൂടെ ഇത് നിങ്ങൾ പരസ്യമായിട്ട് പറയുന്നത് കൊണ്ടാണ് പരസ്യമായിട്ട് തന്നെ മറുപടി പറയുന്നത്. നിങ്ങൾ രഹസ്യമായിട്ടാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് രഹസ്യമായിട്ട് ഉപദേശം തരാം. ഉസ്താദേ, ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ നാനാജാതി മതത്തിൽപ്പെട്ട മനുഷ്യർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ എന്താണ് നമ്മളെ കുറിച്ച് മനസ്സിലാക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ തനി ജ്യോത്സ്യന്മാരെ പണിയെടുക്കരുത്. തങ്ങളിൽ വന്നിട്ട് ഈ കാഹിനികൾ ജ്യോത്സ്യന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ റസൂലുള്ളാഹി പറയുന്നത് ഫലാത്താത്തി അങ്ങോട്ട് പോരെന്ന്. അപ്പൊ ഈ ജ്യോത്സ്യന്മാര് പങ്കുവെക്കുന്ന അത് സഹോദര സമുദായത്തിൽപ്പെട്ടവരെടുക്കുന്ന പണിയാണ്. നമ്മൾ ആ പണിയെടുക്കണ്ട. നമ്മൾ നിരന്തരമായി പിടിച്ചുകെട്ടൽ, കെട്ടിപ്പൂട്ടൽ, അതുപോലെ നിധി കണ്ടെത്തൽ, ഇതൊക്കെ ആരുടെ പണിയാണ്? ഇതൊരു മുസൽമാന്റെ ജീവിതമാണ്. ഈ ജീവിതവുമായിട്ട് എന്ത് ബന്ധം? മുസൽമാന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നിധി കണ്ടെത്തലല്ല, പിടിച്ചുകെട്ടലും അടച്ചു പൂട്ടലൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മാനവികമായ ഒരു ജീവിതം, മാതൃകാപരമായ ഒരു ജീവിതം, അത് നമുക്കിവിടെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് അവനിക്കും തന്റെ ചുറ്റുവട്ടത്തുള്ളവർക്കും ഗുണം ചെയ്യുക. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ ഈ പങ്കുവെക്കുന്ന ആശയം ഏത് മനുഷ്യർക്കാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്? എന്തെല്ലാമാണ് നിരന്തരമായി പറയുന്നത്? ഒരുപാട് മുഅ്മിനീങ്ങളുടെ നിസ്സഹായത, നിരന്തരമായി രോഗവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്ന മനുഷ്യർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ആരോ അകപ്പെടുത്താൻ എന്തോ ചെയ്തു, അപ്പൊ അവൻ നിരന്തരമായിട്ട് അവന്റെ കുടുംബത്തിൽ സിഹറാണെന്നും പറഞ്ഞത് കുടുംബത്തിൽ സിഹറാണെന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത പണി ആരാണോ ചെയ്തത്? അപ്പൊ കുടുംബത്തിൽ നിന്നാവുന്നു. പിന്നെ ഇവനിക്ക് കുടുംബക്കാരെയൊക്കെ കാണുമ്പോൾ അങ്ങ് ഭ്രാന്ത. പെണ്ണുമ്പോൾ പറഞ്ഞു കൊടുക്കും, എന്റെ നാത്തൂനാകാനെ ഞാൻ, അല്ലെങ്കിൽ എന്റെ ഒരു അളാമ ഉണ്ട്, മൗടിച്ച കലിപ്പ. എന്തിനാണ് ഈ കുടുംബങ്ങൾ തകർക്കുന്നത്? ഖൈറും ഷറും അള്ളാന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉളൂഹ് നിരന്തരമാക്കുക, ഖുർആനുമായി നല്ല ബന്ധം സ്ഥാപിക്കുക, മാറും, എല്ലാ പ്രയാസങ്ങളും മാറും. ഈ പ്രയാസങ്ങൾ മാറിയില്ലെങ്കിലോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക മുസ്ലിമീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക ഒരു കാര്യം, അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടുക, ഹിസാബ്. ഈ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ കാര്യം ഇതാ ഹൗസിബ ഊദിബ, അള്ളാഹ് ഹിസാബ് ചെയ്താൽ എന്തായാലും ഒരു പണി കിട്ടും. ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകാനുള്ള മാർഗം എന്താ? അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് ഇത് ഇങ്ങനെ നിന്നുകൊടുക്കുക, വ്യതകളും വിഷമങ്ങളും പറയാതെ, ആളുകളോട് പരാധീനത പറയാതെ സഹിക്കുക. റബ്ബിനോട് തന്നെ പറയുക, പടച്ചോൻ ഇതൊക്കെ ഒന്ന് മാറ്റിത്താ. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് നമ്മളിത് ഇങ്ങനെ കൈകൂപ്പി ഇങ്ങനെ ഇങ്ങോട്ട് നിൽക്കുകയാണെങ്കിലുണ്ടല്ലോ, അള്ളാഹു നമ്മളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടത്തും. അള്ളാഹു നമ്മൾ ആ പരാതിയും പരിഭവവും മനുഷ്യരോട് പറയാതെ, ഇതിനെന്താ എവിടെ നിന്നാണ് ഒരു പരിഹാരം കിട്ടുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ ഊടി നടക്കാതെ. ഞാൻ ആലോചിക്കാണ്, എന്റെ കൂടി ഗുരുവര്യങ്ങളുടെ ബഹുമാനപ്പെട്ട കൂട്ടുസ്താദ് മനസ്സിലാക്കി, നമ്മളൊക്കെ ഒരു പ്രയാസം വരുമ്പോൾ ഓടിച്ചെന്ന് ഉസ്താദിനെ കൊണ്ട് ആരംഭിക്കും. ജീവിതത്തിന്റെ സിംഹഭാഗവും ഉഷ്ണവാദം കൊണ്ട് പ്രയാസപ്പെടുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുകൾ ഒരു മനുഷ്യനോട് പോലും ആ പരിഭവം പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് വിചാരിക്കുന്ന ഞങ്ങളുടെ ഗുരുവര്യർ നമ്മൾ ആലോചിക്കും, ഉസ്താദൊന്ന് കൈയുയർത്തി ദ്വാരുന്നൂടെ? എന്താ കാര്യം എന്നറിയോ? അവർക്കൊക്കെ അറിയാം, ലാ യഖ്ദില്ലാഹു ഖളാഇൻ ഇല്ലാ കാന ഖൈറൻ ലഹു. അന്ന് ഒരു പ്രയാസം തന്നാൽ അതിന്റെ പിന്നിൽ ഖൈറുണ്ടാവും. അപ്പം അള്ളാന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ ഏറ്റവും നല്ല പറഞ്ഞാൽ അള്ളാഹ് പരീക്ഷണത്തിന്റെ പേമാരി വർഷിപ്പിക്കുമ്പോൾ ഇങ്ങനെ നിന്നങ്ങ് കൊടുക്കുക, കൊള്ളുക. പറഞ്ഞ പരാതി വരുമ്പോൾ ഇങ്ങനെ ആളുകൾ എങ്ങനെ അത് അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയുക സിഹറാണ്, മണ്ണാങ്കട്ടയാണ്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞ ആളുകളെ ഇങ്ങനെ അത് തപ്പിപ്പിടിച്ച് കുറെ പൈസ ഉണ്ടാക്കുക. സിഹറില്ല, കണ്ണേറില്ല എന്നല്ലേ പറയുന്നത്. അതിനൊക്കെ ഏറ്റവും നല്ല ഔഷധം ഖുർആനാണ്. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൂടും. കെട്ടിപ്പൂട്ടാനും പിടിച്ചു കെട്ടാനും ഉടച്ച വറക്കാനും എന്താണ് ഇതൊക്കെ? മനസ്സിലാകാത്തോണ്ട് പറയാം. അല്ലാഹു അഅലം. നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും. മുഅ്മിനീങ്ങൾ ഇങ്ങനെ ഭ്രാന്തന്മാരെ പോലെ നടക്കുകയും ചെയ്യും. നടക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ. കയറ് വേണമെങ്കിൽ പിടിച്ചോ. എത്ര സുന്ദരമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട അൻസാരി സഹരി ഉസ്താദ് പറഞ്ഞ് മനസ്സിലാക്കി തന്നതല്ലേ. സത്യത്തിനും ഇപ്പോൾ നമ്മൾ ഇതിൽ നടക്കുന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പറഞ്ഞത് കണ്ടിട്ടേ, നിങ്ങൾക്ക് ആരെങ്കിലും പൂട്ടിക്കെട്ടാനുണ്ടോ, അങ്ങനെ നിങ്ങൾക്ക് ആരോടെങ്കിലും അസൂയ ഉണ്ടോ,
എന്തെല്ലാം കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ഈ ഓൺലൈനിൽ കൂടിയിട്ട് സംസാരിക്കുന്നുള്ളത്. എന്തിനും വേണ്ടിയിട്ടെന്നറിയോ? എല്ലാവരും ദൊഡ്ഡിനും വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നുള്ളത്. അതിനും വേണ്ടിയിട്ട് സംസാരിക്കുന്നുള്ളത്. ഇപ്പോൾ ഉസ്താദ് പറഞ്ഞ കണക്ക് നമ്മൾക്ക് ഉസ്താദ് പറയുന്നുണ്ടല്ലോ, ഷെഹർ ഉണ്ട്, കണ്ണേറുണ്ട്, എല്ലാം ഉള്ളത് ശരി തന്നെ. പക്ഷേ അതിന് ഏറ്റവും ബെസ്റ്റ് മരുന്ന് ഖുർആനാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ള ഈ ഓൺലൈനിലുള്ള ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ല. അതിൻ്റെ രീതിയിലല്ല നീങ്ങുന്നുള്ളത്. എന്നിട്ടും ഇവരുടെ ഞാൻ പറയുന്നത്, ഞമ്മൊന്നും അതിനെപ്പറ്റി സംസാരിക്കാൻ അർഹതനല്ല. പക്ഷെ എന്നിരുന്നാലും പറഞ്ഞു പോന്ന് എന്തുകൊണ്ട്? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണുന്നത് കൊണ്ട്. സത്യമല്ല സുഹൃത്തുക്കളെ, എവിടത്തേക്ക് എത്തി? ഒരുപാട് ആളുകളുണ്ട് ഇന്ന് ഈ ലൈവിൽ മജ്ലിസ് നടത്തുന്നുള്ളത്. നമ്മുടെ എടുത്ത് പറയാനുള്ളത് നിയാസ് ഒരു ഉസ്താദല്ലേ, മൂപ്പരെ ലൈവിൽ കയറി നോക്കണം നിങ്ങൾ. മാഷാ അല്ലാഹ്, നിയാസ് ഉസ്താദിൻ്റെ ആ ലൈവ് എന്ന് വെച്ചാൽ എല്ലാം ദിക്റുകളും സലാത്തുകളും കാര്യങ്ങളും പറയുന്ന ആ ഒരു ലൈവ് വേറെ തന്നെ. ഇങ്ങനെ വേറെ എന്തെങ്കിലും തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അതും നല്ല രീതിയിൽ ആർക്കും ഉപദ്രവമില്ലാത്ത, കാരണം വെച്ചാൽ ഒരാൾ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിലുണ്ടല്ലോ, ആ തെറ്റുകൾ നിയാസ് ഉസ്താദ് പറഞ്ഞു തരുന്നത് എങ്ങനെയാണെന്നറിയോ? ആ തെറ്റ് മനസ്സിലാക്കി നല്ലതിലേക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് നിയാസ് ഉസ്താദ് പറഞ്ഞു തരുന്നുള്ളത്. അങ്ങനെയുള്ള ഉസ്താദന്മാരും ഈ ലൈവിലുണ്ട്. അങ്ങനെ പല ഉസ്താദന്മാരുണ്ട്. ചില ആളുകൾ എന്ത് ചെയ്യുന്നതെന്നറിയോ? ഇപ്പം നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ, നിങ്ങളോട് ഇന്ന ആൾക്കാർ നിങ്ങൾക്ക് ശത്രുതയുണ്ടോ, ആ ശത്രുത മാറ്റാം, അങ്ങനെയാക്കാം ഇങ്ങനെയാക്കാം. നിങ്ങൾ എന്ത് പറയുന്നത്? സത്യത്തിനുമില്ലേ എല്ലാവരും ഇതിൽ കളിക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ടറിയോ? വ്യൂസ് കിട്ടാൻ, റീച്ചാവാൻ, പണം കിട്ടാൻ. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഉസ്താദിൻ്റെ ഒരു മജ്ലിസ് കണ്ട്. അപ്പോൾ ആ മജ്ലിസിൽ എത്ര ആളുണ്ടായിരുന്നെന്നറിയോ? ആകെ 17 ആളുണ്ടായിരുന്നത്. പിന്നെ ഈ ഉസ്താദ് കണ്ടിന്യൂ ചെയ്തിട്ട് ഇന്ന് ആ ഉസ്താദ് പിറ്റേന്ന് വരുമ്പോഴേക്ക് 14 ആളായി. എന്ത് മജ്ലിസിൽ? പിറ്റേന്ന് അത് 26 ആയി. പിന്നെ മാസങ്ങൾക്കാകുമ്പോൾ 700 സംതിങ്ങൾക്കായി. ഇപ്പം ആ ഉസ്താദിൻ്റെ ലൈവ് കാണുന്ന എത്ര ആളെന്നറിയോ? 3000 സംതിങ് ആൾക്കാരാണ്. നിങ്ങൾ നോക്കണം. അപ്പോൾ ഇവങ്ങൾക്കവർക്കെല്ലാം മനസ്സിലായി. കാരണം വെച്ചാൽ കുറേ ദിക്റുകളും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടിയിട്ട് സമ്പാദിക്കാമെന്നുള്ള ഒരു ചിന്താഗതി വന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർ ഇതിൽ കൂടിയിട്ട് കിടക്കുന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും മജ്ലിസിനൊന്നും ഞാൻ എതിരല്ല. ഞാൻ പല വട്ടം നിങ്ങളോട് പറഞ്ഞു. എന്നിട്ട് എന്നെ ചീത്ത വിളിക്കുന്ന ആളുണ്ട്, അത് വേറെ വിഷയം. പിന്നെ നമ്മുടെ അൻസാരി സഹരി ഉസ്താദിൻ്റെ ഇല്ലേ ഈ വാക്കുകൾ, ഇത് ഉസ്താദ് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ തന്നെ പറയും. എത്രത്തോളം നിയാസ് ഉസ്താദിൻ്റെ ലൈവ് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ഉണ്ട് കേട്ടോ.